വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് നവരാത്രിയുടെ രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി ദേവിയായിട്ടാണ് ദേവിയെ ആരാധിക്കുന്നത്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ദേവിയുടെ മെസ്സേജ് ഇന്ന് വന്നിരിക്കുന്നത് കലാദേവിയാണ്. ഇന്നത്തെ കലാദേവിയുടെ മെസ്സേജ് എന്താ വെച്ചാൽ, നിങ്ങളുടെ ആന്തരിക വാസനകളെ വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എല്ലാവർക്കും ആന്തരികമായി എന്തെങ്കിലും ഒരു കലാവാസനകളുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ വളർത്തിയെടുക്കാൻ, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് കലാദേവി പറഞ്ഞത്. ദേവി അഖില ലോക കലാദേവിയാണ്. അപ്പോൾ ഈ നവരാത്രി കാലങ്ങളിലെ എല്ലാ അമ്പലങ്ങളിലും നൃത്യങ്ങളും സംഗീതോത്സവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കാരണം ദേവി സംഗീതപ്രിയാണ്, സംഗീത രസവിലാസിനി. അപ്പോൾ എല്ലാ കലകളുടെയും ദേവിയാണ്. അതുകൊണ്ടാണ് ദേവി പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും എന്തെങ്കിലും ഒരു കലാവാസനകൾ, അതിനെ വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ ഈ നവരാത്രി കാലങ്ങളിൽ നമ്മൾ ആചരണ ശുദ്ധിയോട് കൂടിയിട്ട് വേണം ദേവിയെ ഭജിക്കാനായിട്ട്. അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് നമുക്ക് ആഹാരശുദ്ധിയാണ്. ഭഗവാൻ ഗീതയിലും പറഞ്ഞിട്ടുണ്ട്, യഥാ അന്ന തഥാ മന്ന്. നമ്മുടെ അന്നം എങ്ങനെ ഇരിക്കണോ അതുപോലെ ഇരിക്കും നമ്മുടെ മനസ്സ്. അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധിയായിരിക്കാൻ കാമക്രോധ മതമോഹ മാത്സര്യ അസൂയാദികളൊക്കെ കൈവടിയാൻ ആഹാരം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സാത്വികമായ ആഹാരം പാലിച്ചുകൊണ്ട്, സത്യം ആചരിച്ചുകൊണ്ട്, ധർമ്മം ആചരിച്ചുകൊണ്ട്, അഹിംസ പരമോധർമ്മ എന്നുള്ളതും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആചരണത്തിലൂടെ വേണം ഈ 9 ദിവസങ്ങളും പരദോഷണം എല്ലാം ഒഴിവാക്കി മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധിയാക്കി യമനിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ 9 ദിവസം നമ്മൾ ദേവിയെ ആരാധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതാണ് ഇതിലിപ്പോൾ പറയാനുള്ളത്. ഈ കലാദേവിയുടെ സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളുക. എല്ലാവരിലും ഒരു കഴിവുണ്ടായിരിക്കും. ആ കലാവാസന എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.